തിലക് വർമ്മ ഇല്ല എന്നുള്ളത്, ആദ്യത്തെ 3 മത്സരങ്ങൾക്ക് തിലക് വർമ്മ ഇല്ല എന്നുള്ളത് ഇന്ത്യക്ക് വലിയ ആശങ്ക തന്നെയാണ്. എന്നാൽ പോലും ശ്രേയസ് അയ്യറിനെ ബാക്കപ്പായിട്ട് എടുത്തിട്ടുണ്ട് ആദ്യത്തെ 3 മത്സരത്തിലേക്ക് വേണ്ടിയിട്ട്. പക്ഷേ ശ്രേയസ് ആയിരിക്കില്ല, ഇഷാൻ കിഷൻ തന്നെയായിരിക്കും ഇന്ത്യ 3-ാം നമ്പറിൽ പരിഗണിക്കുക എന്നുള്ളതാണ്. കാരണം ഇഷാന് വേൾഡ് കപ്പ് സ്ക്വാഡിലുള്ള താരമാണ്. അദ്ദേഹത്തിന് അതിനു മുമ്പ് കുറച്ച് മത്സരപരിചയത്തിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇഷാൻ കിഷനെ ആയിരിക്കും പരിഗണിക്കുക എന്നുള്ളത്. അപ്പോൾ അഭിഷേകും സഞ്ജു നൽകുന്ന ഓപ്പണിങ്ങിൽ ആർക്കും പ്രത്യേകിച്ച് പേടിക്കേണ്ട സാഹചര്യമില്ല. പവർ പ്ലേയിലെല്ലാം അവർ നൽകുന്ന തുടക്കം, അവർ രണ്ടുപേരും ഒരു 10 ഓവർ ക്രീസിലുണ്ടെങ്കിൽ ഇന്ത്യ ഒരു മികച്ച സ്കോറിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. രണ്ടുപേരും വളരെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കളിക്കുന്ന താരങ്ങൾ കൂടിയാണ്. സഞ്ജു ആയാലും അഭിഷേക് ആയാലും ഒരേ ശൈലിയിൽ കളിക്കുന്ന താരങ്ങൾ കൂടിയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഗംഭീർ മക്കാർക്കറൊക്കെ പറഞ്ഞിരുന്നൊരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ കൂടി അവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും കൂടിയുണ്ട്. പിന്നീട് ഇഷാൻ കിഷനായിരിക്കും വൺ ഡൗൺ പൊസിഷനിലേക്ക് വരിക. സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഫോം വീണ്ടെടുക്കേണ്ട വലിയ സാഹചര്യമുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ഒരു 50 പോലും ഇല്ലാത്ത താരമാണ് സൂര്യകുമാർ യാദവ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഫോം വീണ്ടെടുത്ത് ലോകകപ്പിലേക്ക് വളരെ പോസിറ്റീവായിട്ട് ഇറങ്ങേണ്ട ഒരു സാഹചര്യം സൂര്യക്കുണ്ട്. അതല്ലെങ്കിൽ വേൾഡ് കപ്പ് സൂര്യയുടെ ഇന്ത്യൻ ജേഴ്സിയിൽ അവസാന മത്സരങ്ങൾ കൂടിയായിരിക്കും എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഏജും അതിനൊരു വലിയ ഘടകമാണ്. ഫോം ഔട്ടും കൂടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട സാഹചര്യമില്ല. ഗില്ലിനെ വരെ പുറത്തെറിയാൻ ധൈര്യം കാണിച്ചിട്ടുള്ള സെലക്ടർമാർ തീർച്ചയായിട്ടും സൂര്യയ്ക്ക് നേരെയും വലിയ ഒരു ദയ പ്രതീക്ഷിക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ്. പിന്നീട് അക്സർ പട്ടേൽ, ഒപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യ, ഇവർ രണ്ടുപേരുമായിരിക്കും കളിക്കുക എന്നുള്ളത് തന്നെയാണ്. ശിവം ദുബെ വരാനുണ്ട്. റിങ്കു സിംഗിനെയും ഉൾപ്പെടുത്തും. ബാറ്റിംഗ് ഡെപ്ത് പരിഗണിക്കാൻ, പ്രത്യേകിച്ച് ലോ പിച്ച് കൂടിയായ സാഹചര്യത്തിൽ ബാറ്റിംഗ് ഡെപ്ത് പരിഗണിക്കാൻ ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ റിങ്കു സിംഗിനെ ആയിരിക്കും പരിഗണിക്കുക. പേസർമാരായിട്ട് അർഷ്ദീപ്, ജസ്പ്രീത് ബുംറ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അർഷ്ദീപും ബുംറയും കൂടി എറിയുന്ന സാഹചര്യം. അതല്ല, റിങ്കു സിംഗിന് പകരം ചിലപ്പോൾ ഹർഷിത് റാണയെ പരിഗണിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ അല്ലാതെ തന്നെ 2 പേസർമാർ പ്ലസ് ഹർഷ്ദീപും ഹർദിക്കും സ്പിന്നറായിട്ട് വരുൺ ചക്രവർത്തി ഉണ്ടാവും. അതെ, സ്പിന്നറായിട്ട് വരുൺ ചക്രവർത്തി ഉണ്ടാവും. അപ്പോൾ ഹർഷിത് റാണയെ പരിഗണിക്കുമോ എന്നുള്ള, അദ്ദേഹം ബാറ്റിങ്ങിൽ കൂടി കുറെ കൂടി പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ റിങ്കു സിംഗ് അല്ലെങ്കിൽ ഹർഷിത് റാണയായിരിക്കും ഉണ്ടാവുക എന്നുള്ള. ബാക്കി 11 ഏറെക്കുറെ നമ്മൾ പറയുന്ന രീതിയിൽ തന്നെയായിരിക്കും പോവുക. എന്തായാലും സഞ്ജുവിൻ്റെ ഒരു പൊസിഷനിലേക്ക് വളരെ കോൺഫിഡൻറ്റോടെ തിരിച്ചു വരുന്നില്ല. മറ്റേ അദ്ദേഹത്തിന് ആശങ്കകളും ഉണ്ടായിരുന്നു, ഏത് പൊസിഷനിലായിരിക്കും എങ്ങനെയായിരിക്കും കളിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് വേൾഡ് കപ്പ് വരെ അദ്ദേഹം ഓപ്പണർ തന്നെയായിരിക്കും, അദ്ദേഹം തന്നെയായിരിക്കും 1-ാം നമ്പർ വിക്കറ്റ് കീപ്പർ ആയിരിക്കും എന്നുള്ളതും തർക്കമൊന്നുമില്ല. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് സഞ്ജുവിനും കളിക്കാൻ കഴിയും.